നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത് വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. അമ്മ പുത്രനോട് പറഞ്ഞു, ഉണ്ണി, ഇത്രയും അധികം കാലം വെറും ഐഹിക സുഖങ്ങളിൽ മുങ്ങി അമ്മ ജീവിച്ചു. ഇതിന് ഒരു അവസാനം വേണ്ടേ? അമ്മയ്ക്ക് പരമമായ തത്വങ്ങൾ ഉപദേശിച്ച് ഈ അമ്മയെ ഉണ്ണി അനുഗ്രഹിക്കണം. അങ്ങനെ അമ്മയ്ക്ക് മുക്തി പ്രാപിക്കണം. ഇനി ദശകത്തിൻ്റെ മൊത്തമായ സാരം പറയാണ്. ദശകത്തിൻ്റെ മൊത്തമായ സാരം പറയുന്നു. ബ്രഹ്മപുത്രനായ സ്വയംഭുവ മനു, ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളെ വഴി പോലെ സ്മരിക്കുന്നത് കൊണ്ട്, അങ്ങയുടെ ഗുണങ്ങളെയും കഥകളെയും എപ്പോഴും വർണ്ണിക്കുന്നത് കൊണ്ട് തൻ്റെ സമയത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തടസ്സങ്ങളും കൂടാതെ സുഖമായി കഴിച്ചുകൂട്ടി. ആ സമയത്ത് കർദമ പ്രജാപതി, ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ജനിച്ച കർദമ പ്രജാപതി പിതാവായ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ട് സൃഷ്ടി ചെയ്യാൻ താൽപ്പര്യമുള്ളവനായി. ഗുരുവായൂരപ്പ, അങ്ങയെ 10,000 സംവത്സരകാലം തപസ് കൊണ്ട്, ഏകാഗ്രമായ തപസ് കൊണ്ട് സേവിച്ചു. അപ്പോൾ അങ്ങ് ഗരുഡൻ്റെ പുറത്ത് കയറി മഴമേഘത്തിൻ്റെ നിറത്തിൽ ശോഭിക്കുന്ന ശരീരത്തോടുകൂടി കയ്യിൽ മനോഹരമായ ലീലാകമലം വഹിക്കുന്നവനായി അതിമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കർദമ പ്രജാപതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കർദമ പ്രജാപതി ശരീരം മുഴുവൻ ഭക്തിയുടേതായ രോമാഞ്ചം നിറഞ്ഞവനായി ഗുരുവായൂരപ്പ അങ്ങയെ സ്തുതിച്ചു. അപ്രകാരം തന്നെ സ്തുതിച്ച കർദമനായിക്കൊണ്ട് സ്വയംഭുവമനുവിൻ്റെ പുത്രിയെ ഭാര്യയായും പിന്നെ അവരിൽ 9 പുത്രിമാരെയും അതിനുശേഷം തൻ്റെ തന്നെ അംശമായ കപിലൻ എന്ന പുത്രനെയും ഒടുവിൽ മോക്ഷത്തെയും അനുഗ്രഹമായി നൽകി ഗുരുവായൂരപ്പ അവിടുന്ന് അന്തർധാനം ചെയ്തു. സ്വയംഭുവമനു തൻ്റെ പത്നിയായ ശതരൂപയോടും എല്ലാവിധ സദ്ഗുണങ്ങളും നിറഞ്ഞ ദേവഹൂതി എന്ന പുത്രിയോടും കൂടി അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട നാരദനാൽ ഉപദേശിക്കപ്പെട്ടവനായി സ്വയംഭുവമനുവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന കർദമനെ പ്രാപിച്ചു.
ഭഗവാൻ പറഞ്ഞ് സ്വയംഭുവ മനു തൻ്റെ അടുത്തേക്ക് വരും എന്ന കാര്യം കർദമ പ്രജാപതിക്ക് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ അവിടുന്ന് പറഞ്ഞ പ്രകാരം സ്വയംഭുവ മനുവിനാൽ അർപ്പിക്കപ്പെട്ട ദേവഹൂതിയെ ഭാര്യയായി ലഭിച്ചിട്ട്, ഗുരുവായൂരപ്പ, അങ്ങയെ പൂജിക്കുന്ന കാര്യം കൊണ്ട് തന്നെ തൃപ്തനാണെങ്കിലും ദേവഹൂതിയുടെ നിരന്തരമായ ഭർതൃശുശ്രൂഷ കൊണ്ട് അവളിൽ വളരെയധികം സന്തോഷിച്ച് ദേവഹൂതിയെ അങ്ങോട്ടും സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു കർദമ പ്രജാപതി. അങ്ങനെ കർദമ പ്രജാപതി ദേവഹൂതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തൻ്റെ തപശക്തി കൊണ്ട് ഒരു വിശേഷപ്പെട്ട വിമാനം സൃഷ്ടിച്ചു. നമ്മൾ മനസ്സിൽ കരുതുന്ന പോലെയുള്ള ഒരു വിമാനമല്ല, വളരെ വളരെ വലിയ ഒരു വിമാനമാണ് നിർമ്മിച്ചത്. അതിൽ നിറയെ കർദമനും ദേവഹൂതിക്കും പുറമെ അതിസുന്ദരിമാരായ ധാരാളം പരിചാരികമാരും, അതായത് ദാസിമാരും ഉണ്ടായിരുന്നു. കർദമനും തൻ്റെ ശോഷിച്ച ശരീരത്തിനു പകരം പുതിയ ഭംഗിയുള്ള ശരീരത്തെ സ്വീകരിച്ചു. അങ്ങനെ ദേവഹൂതിയോടുകൂടി ദേവന്മാരുടെ സുഖവാസ കേന്ദ്രങ്ങളായ നന്ദനം, ചിത്രരഥം മുതലായ സ്ഥലങ്ങളിൽ മധുവിധു ആഘോഷിച്ചു. അങ്ങനെ 100 സംവത്സരങ്ങൾ കഴിഞ്ഞു പോയത് രണ്ടുപേരും അറിഞ്ഞതേയില്ല. അതിനുശേഷം അവർക്ക് 9 പുത്രിമാരുണ്ടായി. കർദമ പ്രജാപതി വനത്തിലേക്ക് തപസ് ചെയ്യാൻ പോകാനായി ഒരുങ്ങി. അതായത് ഗൃഹസ്ഥാശ്രമം വിട്ട് വാനപ്രസ്ഥം സ്വീകരിക്കാൻ ഒരുങ്ങി. ദേവഹൂതി ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു നൽകിയ കപിലന്റെ അവതാരത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തി. അങ്ങനെ കർദമ പ്രജാപതി വനത്തിൽ പോകുന്ന കാര്യത്തിൽ നിന്ന് തൽക്കാലം പിന്തിരിഞ്ഞ്, ഗുരുവായൂരപ്പ, അങ്ങയുടെ അവതാരം പ്രതീക്ഷിച്ച് ഗൃഹത്തിൽ തന്നെ താമസിച്ചു. അല്ലയോ പ്രകാശസ്വരൂപിയായ ഗുരുവായൂരപ്പ, സ്വന്തം ഭർത്താവായ കർദമന്റെ ഉപദേശമനുസരിച്ച് വീണ്ടും കുറച്ചു കാലം അങ്ങയുടെ ആരാധനത്തിൽ അത്യധികം താൽപ്പര്യമുള്ള ദേവഹൂതിയിൽ അങ്ങ് ലോകത്തിന്, അതായത് ജനങ്ങൾക്ക് പരമമായ തത്വങ്ങൾ അമ്മയിലൂടെ പ്രകാശിപ്പിക്കാനായി കപിലനായി അവതരിച്ചു. അല്ലയോ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ, കൃതാർത്ഥനായി വളരെയധികം സന്തോഷിച്ച കർദമ പ്രജാപതി, അതായത് ഭഗവാനെ തന്നെ പുത്രനായി ലഭിച്ചു. 9 പുത്രിമാരെ വേണ്ട വിധത്തിൽ വിവാഹം ചെയ്തയച്ചു. കൃതാർത്ഥനായി സന്തോഷിക്കാൻ ഇതിലധികം ഒരു പുരുഷന് എന്താണ് വേണ്ടത്? അങ്ങനെ കർദമ പ്രജാപതി വനത്തിലേക്ക് പോയതിനു ശേഷം മാതാവിനായിക്കൊണ്ട് പരമമായ തത്വങ്ങളെ ഉപദേശിക്കുന്നവനായ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങ് രോഗക്കൂട്ടങ്ങളിൽ നിന്ന് വേഗം തന്നെ, പെട്ടെന്ന് തന്നെ എന്നെ രക്ഷിക്കണേ. കർദമ പ്രജാപതി വീണ്ടും, ഗുരുവായൂരപ്പ, അങ്ങയുടെ ആരാധന കൊണ്ട്, അതായത് തപസ് കൊണ്ട് നേടിയ ശക്തി കൊണ്ട് ഭാര്യയുടെ അഭീഷ്ടം സാധിപ്പിക്കുന്നതിനു വേണ്ടി
നിർമ്മിക്കപ്പെട്ടതും സുന്ദരിമാരായ ഭൃത്യകളാകുന്ന പരിചാരികമാരാകുന്ന സ്ത്രീകളുടെ സമൂഹം നിറഞ്ഞതും ആയ വിമാനത്തിൽ പുതിയ ശരീരം ധരിച്ചവനായി. അതായത് ആ കാലത്ത് യോഗശക്തി കൊണ്ട് പുതിയ ശരീരവും ധരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കർദമ പ്രജാപതി പുതിയ ശരീരം ധരിച്ചവനായി ദേവന്മാരുടെ സുഖവാസ കേന്ദ്രങ്ങളായ നന്ദനം, ചിത്രരഥം മുതലായ സ്ഥലങ്ങളിൽ ദേവഹൂതിയോടുകൂടി വിഹരിച്ചു, മധുവിധു ആഘോഷിച്ചു. അതിനുശേഷം കർദമൻ 100 വർഷം രമിച്ചതിനു ശേഷം, ദേവഹൂതിയോടുകൂടി രമിച്ചതിന് ശേഷം മനോഹരികളായ 9 പുത്രിമാരെ ലഭിച്ചിട്ട് തപസ്സിനായി കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും, അതായത് ഗൃഹസ്ഥാശ്രമം വിട്ട് വാനപ്രസ്ഥം സ്വീകരിക്കാൻ ഒരുങ്ങിയെങ്കിലും കാന്താഹിതകൃത് പത്നിയുടെ ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ട്, കാന്താഹിതകൃത് പറയുമ്പോൾ പത്നിയുടെ ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പ അങ്ങയുടെ അവതാരം ഉത്സാഹത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഗൃഹത്തിൽ തന്നെ വസിച്ചു. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലെ കാര്യം പറഞ്ഞതാണ്. ഇനി 9ാമത്തെ ശ്ലോകം. അഥ ഹേ ദേവ, അതിനുശേഷം അല്ലയോ പ്രകാശസ്വരൂപിയായ ഗുരുവായൂരപ്പ. അഥ ഹേ ദേവ, സംബോധനയാണ്. ഹേ ദേവ, അതിനുശേഷം പ്രകാശസ്വരൂപിയായ ഗുരുവായൂരപ്പ, നിജഭർതൃഗിര എന്ന് പറയണു. സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച്. നിജഭർതൃഗിര, സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച്. ഭവന്നിഷേവ നിരതായാം ദേവഹൂത്യാം എന്നാണ്. അങ്ങയുടെ ആരാധനത്തിൽ അത്യധികം താല്പര്യമുള്ള ദേവഹൂതിയിൽ എന്ന് പറയുന്നു. ഭവന്നിഷേവ നിരതായാം ദേവഹൂത്യാം എന്ന് പറയുമ്പോൾ അങ്ങയുടെ, ഗുരുവായൂരപ്പ അങ്ങയുടെ ആരാധനത്തിൽ, അങ്ങയെ പൂജിക്കുന്നതിൽ അത്യധികം താല്പര്യമുള്ള ദേവഹൂതിയിൽ ത്വം ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ. ത്വം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അവിടുന്ന് ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ, ജനങ്ങൾക്കായിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തിനായിക്കൊണ്ട് അമ്മയിലൂടെ പരമമായ തത്വങ്ങളെ ഉപദേശിക്കാനായിക്കൊണ്ട് എന്നാണ്. ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ, ജനങ്ങൾക്ക് അതായത് ലോകത്തിന് അമ്മയിലൂടെ പരമമായ തത്വങ്ങളെ പ്രകാശിപ്പിക്കാനായിക്കൊണ്ട് അല്ലെങ്കിൽ ഉപദേശിക്കാനായിക്കൊണ്ട്, പ്രഥയിഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ പ്രകാശിപ്പിക്കാനായിക്കൊണ്ട് ആണ്. ത്വം ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ, ഗുരുവായൂരപ്പ അവിടുന്ന് ജനങ്ങൾക്ക് അതായത് ലോകത്തിന് അമ്മയിലൂടെ പരമമായ
തത്വങ്ങളെ ഉപദേശിക്കാനായിക്കൊണ്ട് കപിലനായി അവതരിച്ചു എന്നാണ്. കപില അജായത എന്ന് പറയുമ്പോൾ കപില അജായത, കപിലനായി അവതരിച്ചു. കപില അജായത, കപിലനായി അവതരിച്ചു. ഒന്നും കൂടി പറയുമ്പോൾ അഥ ഹേ ദേവ, അതിനുശേഷം അല്ലയോ പ്രകാശസ്വരൂപിയായ ഗുരുവായൂരപ്പ, നിജഭർതൃഗിര, സ്വന്തം ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് ഭവന്നിഷേവാനിരതായാം ദേവഹൂത്യാം ആണ്. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആരാധനത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ പൂജയിൽ അത്യധികം താല്പര്യമുള്ള ദേവഹൂതിയിൽ ആണ്. ഭവന്നിഷേവാനിരതായാം ദേവഹൂത്യാം, അങ്ങയുടെ ആരാധനത്തിൽ അത്യധികം താല്പര്യമുള്ളവളായ ദേവഹൂതിയിൽ ത്വം ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ. ഗുരുവായൂരപ്പ, അവിടുന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് പരമമായ തത്വങ്ങളെ അമ്മയിലൂടെ ഉപദേശിക്കാനായി എന്നാണ്. ത്വം ജനാനാം പരമാത്മ തത്വവിദ്യാം പ്രഥയിഷ്യൻ. ഗുരുവായൂരപ്പ, അവിടുന്ന് പരമമായ തത്വങ്ങളെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് അമ്മയിലൂടെ ഉപദേശിക്കാനായിക്കൊണ്ട് കപില അജായത, കപിലനായി അവതരിച്ചു. 9-ാമത്തെ ശ്ലോകം പറഞ്ഞതാണ്. ഇനി 10-ാമത്തെ ശ്ലോകം. ഹേ കപിലാത്മക വായുമന്ദിരേശ, സംബോധന. അല്ലയോ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ, ഹേ കപിലാത്മക വായുമന്ദിരേശ, അല്ലയോ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ, പ്രസന്നേ കർദ്ദമേ ആണ്. കൃതാർത്ഥനായി സന്തോഷിച്ച കർദ്ദമൻ ആണ്. പ്രസന്നേ കർദ്ദമേ എന്ന് പറയുമ്പോൾ വളരെയധികം കൃതാർത്ഥനായി സന്തോഷിച്ച കർദ്ദമൻ ആണ്. പ്രസന്നേ കർദ്ദമേ, വളരെയധികം കൃതാർത്ഥനായി സന്തോഷിച്ച കർദ്ദമൻ. അതായത് ഭഗവാനെ തന്നെ പുത്രനായി ലഭിച്ചു. പിന്നെ പുത്രിമാരെ വേണ്ട വിധത്തിൽ വിവാഹം ചെയ്ത് അയച്ചു. അപ്പോൾ കർദമ പ്രജാപതി അത്യധികം കൃതാർത്ഥനായി അത്യധികം സന്തോഷിച്ചു എന്നാണ്. അതാണ് പ്രസന്നേ കർദമേ എന്ന് പറയുമ്പോൾ വളരെയധികം കൃതാർത്ഥനായി സന്തോഷിച്ച കർദമ പ്രജാപതി വനം ഏയുഷി, വനത്തിലേക്ക് പോയതിന് ശേഷം, വനം ഏയുഷി, വനത്തിലേക്ക് പോയതിന് ശേഷം ജനന്യൈ മതസർവസ്വം ഉപാദിശൻ, ജനന്യൈ മതസർവസ്വം ഉപാദിശൻ, പരമമായ തത്വങ്ങളെ അമ്മയ്ക്കായിക്കൊണ്ട് ഉപദേശിക്കുന്നവനായ എന്നാണ്. ജനന്യൈ മതസർവസ്വം ഉപാദിശൻ, അമ്മയ്ക്കായിക്കൊണ്ട് പരമമായ തത്വങ്ങളെ ഉപദേശിക്കുന്നവനായ ത്വം, അല്ലയോ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ. അപ്പോൾ പ്രസന്നേ കർദ്ദമേ, കൃതാർത്ഥനായി വളരെയധികം സന്തോഷിച്ച കർദമ പ്രജാപതി വനമേയുഷി, വനത്തിലേക്ക് പോയതിന് ശേഷം ജനന്യൈ മതസർവസ്വം ഉപാദിശൻ, അമ്മയ്ക്കായിക്കൊണ്ട് പരമമായ തത്വങ്ങളെ, മതസർവസ്വം എന്നൊക്കെ പറയുമ്പോൾ പരമമായ തത്വങ്ങളെ ഉപദേശിക്കുന്നവനായ ഉപദേശിക്കുന്നവനായ
ത്വം ഗുരുവായൂരപ്പ അവിടുന്ന് ഗതൗഘാത് മാം ത്വരിതം പരിപാഹി. രോഗക്കൂട്ടങ്ങളിൽ നിന്ന്, ഗതൗഘാത് എന്ന് പറയുമ്പോൾ മാം എന്നെ പെട്ടെന്ന് തന്നെ, ത്വരിതം വളരെ വേഗത്തിൽ തന്നെ രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ അപ്പോൾ ഹേ കപിലാത്മക വായുമന്ദിരേശ എന്നാണ്. ഒരു പ്രാവശ്യം കൂടി പറയാണ് വാക്കുകളുടെ അർത്ഥം. ഹേ കപിലാത്മക വായുമന്ദിരേശ, അല്ലയോ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ, പ്രസന്നേ കർദ്ദമേ, കൃതാർത്ഥനായി വളരെയധികം സന്തോഷിച്ച കർദ്ദമൻ, കർദ്ദമ പ്രജാപതി. വനം ഏയുഷി, വനത്തിലേക്ക് പോയതിനു ശേഷം. ജനന്യൈ മതസർവസ്വം ഉപാദിശൻ, അമ്മയ്ക്കായിക്കൊണ്ട് പരമമായ തത്വങ്ങളെ ഉപദേശിക്കുന്നവനായ ത്വം ഗുരുവായൂരപ്പ അവിടുന്ന് ഗതൗഘാത് മാം ത്വരിതം പരിപാഹി, രോഗക്കൂട്ടങ്ങളിൽ നിന്ന് എന്നെ വേഗത്തിൽ തന്നെ രക്ഷിക്കണേ. 2 ശ്ലോകങ്ങളുടെയും കൂടി സാരം പറയുമ്പോൾ, അല്ലയോ പ്രകാശസ്വരൂപിയായ ഗുരുവായൂരപ്പ, സ്വന്തം ഭർത്താവായ കർദ്ദമൻ്റെ ഉപദേശമനുസരിച്ച് വീണ്ടും കുറച്ചു കാലം ഗുരുവായൂരപ്പ അങ്ങയുടെ ആരാധനത്തിൽ അത്യധികം താൽപ്പര്യമുള്ള ദേവഹൂതിയിൽ അങ്ങ് ലോകത്തിന്, അതായത് ജനങ്ങൾക്ക് പരമമായ തത്വങ്ങളെ അമ്മയിലൂടെ പ്രകാശിപ്പിക്കാനായി, അമ്മയിലൂടെ ഉപദേശിക്കാനായി കപിലമൂർത്തിയായി അവതരിച്ചു. അല്ലയോ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ, കൃതാർത്ഥനായി വളരെയധികം സന്തോഷിച്ച കർദ്ദമ പ്രജാപതി, അതായത് ഭഗവാനെ തന്നെ പുത്രനായി ലഭിച്ചു, 9 പുത്രിമാരെ വേണ്ട വിധത്തിൽ വിവാഹം ചെയ്തയച്ചു. കൃതാർത്ഥനായി സന്തോഷിക്കാൻ ഒരു പുരുഷന് ഇതിലധികം എന്താണ് വേണ്ടത്? അപ്പോൾ കൃതാർത്ഥനായി വളരെയധികം സന്തോഷിച്ച കർദ്ദമ പ്രജാപതി വനത്തിലേക്ക് പോയതിനു ശേഷം മാതാവിനായിക്കൊണ്ട് പരമമായ തത്വങ്ങളെ ഉപദേശിക്കുന്നവനായ കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങ് രോഗക്കൂട്ടങ്ങളിൽ നിന്ന് വേഗം തന്നെ, പെട്ടെന്ന് തന്നെ എന്നെ രക്ഷിക്കണേ.